ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റി നല്ല ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്താലും ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം അല്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ റെഡ് ക്യാൻഡലിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഫോം ആയിരിക്കുന്നത്. സോ നിഫ്റ്റി 22,100, സെൻസസ് 282 പോയിന്റ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. പവർ സെക്ടർ FMCG ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ഗ്രസീം ഇൻഡസ്ട്രീസ് ആണ്. നല്ല ഫാർമ സെക്ടറാണ് നല്ല പെർഫോം ചെയ്തിരിക്കുന്നത്. ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് കോൾ ഇന്ത്യ. വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്ക് സെക്ടർ ആകുന്നു. സോ നിഫ്റ്റി ബാങ്കിൻ്റെ 46,890 കട്ട് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്കൊരു ഇൻഡിസിഷൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. സോ സ്റ്റിൽ വി ആർ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് നല്ല ഗെയിൻ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത് രാജേഷ് എക്സ്പോർട്സ്. 344 റുപ്പീസിൽ ഇന്ന് 13.28% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ 330 മുകളിൽ പോയാൽ അപ് ട്രെൻഡ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ 344 എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് സീക്വൻസ് സയൻറ്റിഫിക്. ഈ ഒരു സ്റ്റോക്കും 10.28% ഉയർന്നിട്ടുണ്ട്. 160 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ദിലീപ് ബിൽഡ്കോൺ 9.24% വരുന്നിട്ടുണ്ട്. 495. നെക്സ്റ്റ് 500 ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഗുജറാത്ത് പവർ പോർട്ട് ഇന്നലെ കൂടി പറഞ്ഞ സ്റ്റോക്കാണ്. 5.14% കയറിയിട്ടുണ്ട്. ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ ഡൗൺ ആയെന്ന് വിഷമിക്കേണ്ട, ഹോൾഡ് ചെയ്യുക, തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഗോദ്രേജ് ഗോഡ്ഫ്രൈ ഫിലിപ്സ്. ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുന്നത് 2,681 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3,000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 2 weeks to 1 month ടൈം ഫ്രെയിം ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു. ഇന്ന് തന്നെ 5.28% ഉയർന്നിട്ടുണ്ട്. സോ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് രാജേഷ് എക്സ്പോർട്സ്. 344 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3.28% ഇന്ന് ഉയർന്നിട്ടുണ്ട്. 354 എൻട്രി പ്രൈസ് വയ്ക്കാം. സോ 400, 500 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. 13 to 42% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി ഈ സ്റ്റോക്കിൽ ടെക്നിക്കലായിട്ടും വാല്യുവേഷൻ ഫണ്ടമെൻ്റലൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് എല്ലാ സ്റ്റോക്കിലും മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ആ സെക്ടർ താഴേക്ക് പോയാലും ഈ സ്റ്റോക്കുകൾ ഡൗണിൽ പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. രാജേഷ് എക്സ്പോർട്സ് ഇന്ന് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഡയമണ്ട് ജെംസ് ആൻഡ് ജ്വല്ലറിയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഡിക്സൺ ടെക്നോളജി. 6,744 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് 7,465. 11% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. NOCL പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 291 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 340 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 17% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ ഇമാമി ലിമിറ്റഡ് 475 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 480 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 500, 510, 580 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ TV18 ബ്രോഡ്കാസ്റ്റ്
61 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 80 ആയിരിക്കും ടാർഗറ്റ്. നേരത്തെ പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ്. ഓക്കെ, 35% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഇന്ന് 0.17% കയറിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1920 ആണ്. സ്റ്റോപ്പ് ലോസ് 1740 വയ്ക്കാം. 7% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് JK സിമൻസ്. JK ലക്ഷ്മി സിമെന്റ് 963 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1000 ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 880. 12% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഒരു ഹയർ ടോപ്പ് ഹയർ ബോട്ടം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലൊരു ബുള്ളിഷ് റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് ആണ്. 1428. ഇന്ന് ഈ ഒരു സ്റ്റോക്ക് 10.14% ഉയർന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1460. ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. 1240 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ രാശി പെരിഫറൽസ് 349 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 400 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 330 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ് 475 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 560 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 470 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഈ പറഞ്ഞ സ്റ്റോക്കിലെല്ലാം തന്നെ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. ഉടനെ കയറുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിലാണ്. സോ മാർക്കറ്റ് ഡയറക്ഷൻ അനുസരിച്ച് നല്ല ടെക്നിക്കലായിട്ട് മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആകും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് കോൾസ്, ഇൻട്രാഡേ, അതുപോലെ ഓപ്ഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക. ലൈവായിട്ട് നിങ്ങൾക്ക് ടിപ്സുകൾ കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.